ഹലോ ഗായ്സ്, നമ്മളിന്ന് കോഴിക്കോട് വരെയാണ് കേട്ടോ പോകുന്നത്. എനിക്കൊരു സാരി ഡ്രൈപ്പിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. സോ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്നേ പോവാണ് കേട്ടോ. കാരണം രാവിലെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ തലേന്നേ പോവാണ്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ആളൊരു ബിഗ് ബോസ് അഡിക്റ്റാണ്. ആൾ ബിഗ് ബോസ് അഡിക്റ്റ് അല്ല എന്ന് സ്വയം പ്രതിപാദിക്കുന്ന ഒരു ബിഗ് ബോസ് അഡിക്റ്റാണ്. അത് പറയുമ്പോൾ ഉള്ള കോപ്രായങ്ങളാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എറണാകുളത്തു നിന്നാണ് കോഴിക്കോടേക്ക് പോകുന്നത്. ഞാൻ കുറേ കാലമായി കേട്ടോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട്. പണ്ട് കൊച്ചിലെ എങ്ങാണ്ട് പോയിട്ടുള്ളതാണ്. അതും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. ഇപ്പോഴാണ് AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറുന്നത്. പണ്ട് നെസ്ലിൻ പറയുന്ന പോലെ AC കമ്പാർട്ട്മെന്റിൽ എങ്ങനെ പെരുമാറേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല സിസ്റ്ററെ. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ക്ലിയർ ചെയ്തു. നോക്ക്, കണ്ടോ, ലാലേട്ടനെയും കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ്. ആൾ ഭയങ്കര അഭിഷേക് ഫാനാണ്, ജിൻഡോ ഫാനാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ പോകുന്നത് ശരിക്കും അൻബരസിൻ്റെ സാരി ഡ്രൈപ്പിംഗ് ക്ലാസ്സിനാണ്. ഇൻസ്റ്റയിലൊക്കെ നല്ല ഫേമസ് ആണ്. സ്റ്റൈൽ ബൈ അൻപ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേജാണ്. സോ പുള്ളിയുടെ സാരി ഡ്രൈപ്പിംഗ് ക്ലാസ്സിനാണ് പോകുന്നത്. ഇതെൻ്റെ പിയേഴ്സിങ് ആണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉടക്കും. അത്യാവശ്യം നല്ലവണ്ണം ഉണങ്ങിയതായിരുന്നു അത്. എന്നാലും ഇങ്ങനെ നമ്മൾ തലയൊക്കെ ചെരിച്ച് വെച്ച് കിടക്കുമ്പോഴത്തേക്കും അത് വീണ്ടും ഉടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇച്ചിരി പ്രശ്നമാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് സാരി ഡ്രൈപ്പിങ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. സാരി ഡ്രൈപ്പ് ചെയ്യും, എന്നാലും അത്ര ഒരു പെർഫെക്ഷൻ കിട്ടാണ്ടൊരു സമാധാനമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ക്ലാസ്സിനൊക്കെ കൂടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ക്ലാസ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ചെന്നത്. ഞാൻ പ്രതീക്ഷേൻ്റെ ഒത്തിരി ഇരട്ടി ബെനിഫിറ്റ് എനിക്കുണ്ടായ ഒരു ക്ലാസ്സാണ് കേട്ടോ അൻപിൻ്റെ ക്ലാസ്. ആളും ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ആളാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പാരഗണിൽ പോയി ഒരു ബിരിയാണി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പോയത്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. കാരണം ആകെ മൊത്തം ഒരു ഭയങ്കര ബഹളം പിടിച്ചൊരു സെറ്റപ്പായിരുന്നു. കാരണം ഉച്ചയായതുകൊണ്ട് ആൾക്കാർ നല്ലോണം ഉണ്ടായിരുന്നു. ഭയങ്കര അടിയും, അതിനിടയിൽ അവർ സ്റ്റാഫ് തമ്മിലടി, ബഹളം കാരണം വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് തമ്മിലടി, അങ്ങനെ വളരെ ചില്ലറ ബഹളമായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പെട്ടെന്ന് സീറ്റ് കിട്ടിയപ്പം ചാടിക്കയറിയിരുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്തു. ഇത് നമ്മൾ അവിടെ നിന്ന് നേരെ ബീച്ചിലോട്ട് പോകുന്ന കേട്ടോ. ഹോട്ടലിൽ ചെന്ന് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ ക്ലാസ് നടക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ റൂം എടുത്തത്. ഹോട്ടൽ മരീന റെസിഡൻസിയിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഓട്ടോസൊക്കെ ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഓടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല റേറ്റാണ്. ജസ്റ്റ് ഒന്ന് 1 കിലോമീറ്റർ പോയാൽ പോലും നല്ല പൈസ വാങ്ങും. ഇവിടെ കുറച്ചുകൂടെ റീസണബിളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കോഴിക്കോട് വരുന്നത്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ബീച്ചും ആ ഒരു വൈബും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഉപ്പിലിട്ടതൊന്നും കഴിക്കില്ല, പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ടൊരു ബൂസ്റ്റ് കുലുക്കിയാണ് കേട്ടോ മേടിച്ചത്. ഞാനൊരു നെല്ലിക്ക മേടിച്ചു, പിന്നെ ഒരു പപ്പായ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ബൂസ്റ്റ് കുലുക്കി ഇത് മേടിച്ചു. ഞാൻ ഇങ്ങനെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ വലിയൊരു ഫാനല്ല. അങ്ങനെ ഞാൻ നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഇച്ചിരി മധുരം ഓവറായിരുന്നു. അങ്ങനെ നമ്മൾ ഐ ലവ് കോഴിക്കോട് നിന്ന് എഴുതിയിരിക്കുന്ന അവിടെ പോയി 1-2 ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് റൂമിലെത്തി കേട്ടോ. നമ്മൾ ഒത്തിരി ഒന്നും അങ്ങനെ കറങ്ങാൻ പോയില്ല, കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്കാണേലും അവനാണേലും വയ്യായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒത്തിരി കറങ്ങാൻ പോയില്ല. പോകുന്ന വഴി നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡൊക്കെ മേടിച്ചു. കാരണം എനിക്ക് അയൺ ബോക്സ് ഡ്രൈപ്പിങ്ങിന് വേണ്ടി കുത്താനായിട്ട് എക്സ്റ്റൻഷൻ ബോർഡ് വേണം. അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ മേടിച്ചു. ഒരു ലുക്കിൽ സാധനമാണ് കിട്ടിയത്, എന്നാലും നമ്മുടെ ആവശ്യത്തിന് തൽക്കാലം ഇപ്പോൾ അത് മതിയായിരുന്നു. അങ്ങനെ അവൻ നേരെ വഴി മാറി കേട്ടോ. ഫോൺ യൂസ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് വഴിയൊന്നും ഓർക്കുന്നില്ല. റൂം നമ്പറും അവൻ ഓർക്കുന്നില്ല. അങ്ങനെ 308 കേട്ടോ നമ്മുടെ റൂം നമ്പർ. നമ്മൾ വളരെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു റൂമായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഇതൊന്നും നോക്കിയില്ല, കാരണം
കൊച്ചിയിൽ ഇവർ വർക്ക്ഷോപ്പ് വെച്ച സമയത്താണേലും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട് വന്നത്. സീറ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നു കൊച്ചിയിലെ ക്ലാസ്സിന്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ റൂമാണ്. അങ്ങനെ നമ്മൾ റൂമിൽ വന്നു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷവർമയും ഒരു അൽഫാമും ഒക്കെ മേടിച്ചു. നമ്മൾ അവന് ഷവർമ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഷവർമയൊക്കെ മേടിച്ചു. ഞാൻ ആ ടൈമിൽ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു കേട്ടോ. ഞാനൊരു കാർത്തിക് സൂര്യ ഫാനാണ്. ആരെങ്കിലും ഇവിടെ കാർത്തിക് സൂര്യ ഫാൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഭയങ്കര ഒരു കാർത്തിക് സൂര്യ ഫാനാണ്. അങ്ങനെ കാർത്തിക് സൂര്യനെയൊക്കെ കണ്ട് കുറച്ച് നേരമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ബൊഫേ സെറ്റപ്പായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോയി. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം സ്റ്റാഫൊക്കെ ആണെങ്കിൽ നമ്മളോട് നല്ലോണം മിണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് ചെറിയൊരു ചമ്മലായിരുന്നു. സോ അതൊന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നൊരു ഇതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ റൂമിൽ വന്ന് ഒന്നുകൂടെ ഒന്ന് റെഡിയായി നേരെ അൻപിൻ്റെ ക്ലാസ്സിൽ കയറി കേട്ടോ. ഇതാണ് കേട്ടോ അൻപ്. ആൾ ഭയങ്കര ഒരു നല്ലൊരു ഹ്യൂമൻ ബീനാണ് കേട്ടോ. ഭയങ്കര കിടിലമായിട്ട് പറഞ്ഞു തരും, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. നോർമലി ഒരു സാരി ഡ്രൈപ്പിസ്റ്റോ മേക്കപ്പ് ആർട്ടിസ്റ്റോ ഒന്നും അത്ര ക്ലിയറായിട്ട് നമുക്ക് പറഞ്ഞു തരില്ല. അവർക്ക് അവരുടേതായ കുറേ ട്രിക്സും ടിപ്സും ഒക്കെ കാണും. അതൊന്നും നമുക്കൊന്നും അങ്ങനെ പറഞ്ഞൊന്നും തരാറില്ല ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാലും. പക്ഷേ അൻപ് ഭയങ്കര കൃത്യമായിട്ട് നമ്മളെല്ലാവരും നല്ലൊരു ലെവലിലെത്തണം എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. ഈ മോഡലിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആൾ 1-2 സിനിമയിലൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇഷ്ടംപോലെ ഷൂട്ട്സൊക്കെ ചെയ്യുന്നൊരു മോഡലാണ് കേട്ടോ. വിജിലേട്ടനാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കിടിലമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അൻപിൻ്റെയും വിജിലേട്ടൻ്റെ അടുത്തുനിന്ന് ഹാപ്പിയായിട്ട് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് പോകുന്നു കേട്ടോ. വിജിലേട്ടനാണെങ്കിലും ഭയങ്കര ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. നമ്മൾ ചോദിക്കുന്ന ഡൗട്ട്സൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കാര്യം മേക്കപ്പിൻ്റെ ക്ലാസ് അല്ലേ കൂടി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ട്രെയിനൊക്കെ കയറി എറണാകുളത്തെത്തി. നമ്മുടെ അടുത്ത് തൃശ്ശൂരിൽ നിന്നൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വിജിലേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു. ആളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൾ തൃശ്ശൂർ ഇറങ്ങി. നമ്മളങ്ങനെ എറണാകുളത്തെത്തി. സോ അതായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.